ചില ചില മാധ്യമങ്ങൾ അത് എന്തിനോ വേണ്ടി ആരൊക്കെയോ ഒക്കെയോ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് റീച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ. ഒരു മിനിറ്റ് കിട്ടിയ ആരായാലും ആരായാലും അപ്പനായാലും അമ്മയായാലും മക്കളായാലും മൊബൈലിലാണ്. 10 പേരുണ്ടെങ്കിൽ 9 പേരുടെ കയ്യിലും മൊബൈലാണ്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിലൂടെ നിയമ സുരക്ഷയിലൂടെയാണ് വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പിക്കേണ്ടത്. നമസ്കാരം, സ്മാർട്ട് ജെൻ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നവയുഗ മാധ്യമങ്ങളും അതിൻ്റെ സുരക്ഷയും എന്നതിനെക്കുറിച്ചുള്ളതാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് അങ്കമാലി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സാജി ജോസഫാണ്. നമസ്കാരം സർ. നവയുഗ മാധ്യമങ്ങൾ അത് മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. അതുപോലെ തന്നെ അത് സുരക്ഷിതമാണോ എന്നുള്ളൊരു ചോദ്യം കൂടെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. എത്രത്തോളം സുരക്ഷിതമാണ് നവയുഗ മാധ്യമങ്ങൾ? മാധ്യമങ്ങളില്ലാതെ ഒരു ലോകം, ഒരു ജീവിതം നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. നമുക്കറിയാം, പത്രമാധ്യമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മാധ്യമ മേഖലയിലേക്ക് ഒരുപാട് സാധ്യതകൾ വന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ പത്രമാധ്യമങ്ങൾ കൂടാതെ ഓൺലൈൻ മാധ്യമങ്ങൾ, ഫേസ്ബുക്ക്, വാട്സപ്പ്, എക്സ്, ട്വിറ്റർ, അങ്ങനെ പല മാധ്യമങ്ങൾ എല്ലാം നൂറുകണക്കിന് മാധ്യമങ്ങളാണ് കടന്നു വന്നിട്ടുള്ളത്. അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഗുണകരമായ കാര്യങ്ങളാണ്. ലോകത്ത് നടക്കുന്ന ഏത് പ്രദേശത്തും ഏത് സമയത്ത് എപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ലൈവായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഇത് പത്രമാധ്യമങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വാർത്ത നാളെ വരുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഇപ്പോൾ വയനാട് നടന്ന ദുരന്തം തന്നെ അവിടെ താമസിക്കുന്നവരറിയുന്നതിന് മുമ്പ് വിദേശത്തുള്ളവർ അറിഞ്ഞു എന്നുള്ളതാണ്. വിദേശത്ത് നിന്ന് അവർ വീടുകളിലേക്ക് വിളിച്ച് എവിടെയാണ് എന്താണെന്ന് അറിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ അയൽവക്കത്ത് തന്നെ ചിലപ്പോൾ ഒരു മരണവും കാര്യങ്ങളൊക്കെ നടന്നാൽ ഏറ്റവും ആദ്യം അറിയുന്നത് വിദേശത്തുള്ളവരായിരിക്കും. അത്രമാത്രം അത് തന്നെ വ്യാപിച്ചു. അപ്പോൾ അത് വലിയ സാധ്യതകളാണ്. അത് വളരെ നല്ല ഒരു മേഖലയാണ്. പിന്നെ പരസ്പരം ബന്ധപ്പെടുന്നതിന്, ആളുകൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന്. ഇപ്പം നമ്മൾ വിദേശത്ത് പോയ ആളുകളൊക്കെ നമുക്ക് 2 വർഷത്തെ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഏത് സമയത്തും നമുക്ക് കാണാൻ സാധിക്കും. കുടുംബങ്ങളിലുണ്ടായ ബന്ധങ്ങൾ, കുട്ടികൾ, മാതാപിതാക്കന്മാർ, അവരൊക്കെ വിദേശത്ത് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഡെയിലി കാണാനും സംസാരിക്കാനും അവർക്ക് ബന്ധപ്പെടാനും ആ കൂട്ടായ്മകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ബന്ധങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഒത്തിരി സഹായകരമായ രീതിയിൽ ഒരു അപകടം നടന്നു, അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ആളെ കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗമുണ്ട്. അല്ലെങ്കിൽ ഒരു സഹായം, ഒരു ബ്ലഡ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ, സാമ്പത്തിക സഹായം, എവിടെയൊക്കെ കോടികളാണ് നമ്മൾ സഹായങ്ങൾ അങ്ങനെയൊക്കെ അറിഞ്ഞ് നമ്മൾ സഹായിക്കുന്നവർ, നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് അക്കൗണ്ട് വഴി സഹായങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് മാധ്യമങ്ങളിലുള്ള നവയുഗ മാധ്യമങ്ങളിലെല്ലാം അതൊക്കെ നടക്കുന്നുണ്ട്. അതിന് സ്വാഗതാർഹമാണ്. പിന്നെ ഒരുപാട് പേർക്ക് ജോലി സാധ്യത വളരെയധികം ഇപ്പോൾ ഇതൊക്കെ വന്നതുകൊണ്ട് എത്രയോ പേരാണ് ഇപ്പോൾ ഫേസ്ബുക്കിലായാലും വാട്സപ്പിൽ എത്രയോ പേരെ ജോലി. അപ്പോൾ ജോലി സാധ്യതകൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും സ്വാഗതാർഹം തന്നെയാണ് നവയുഗ മാധ്യമങ്ങളുടെ പ്രവേശനം. ഒന്നിനും ഇപ്പോൾ ഇതായാലും കഴിഞ്ഞാലും ഒത്തിരി പേര് ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല വാർത്തകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല കൂട്ടായ്മകൾ, പരസ്പരം സഹായിക്കുന്നതിന്, ബന്ധങ്ങൾ കൂട്ടുന്നതിനൊക്കെ നമുക്ക് സാധിക്കുന്ന ഒരു മേഖലയാണ്. അതിന് ഡീമെറിറ്റ്സ് കുറച്ചുണ്ട്. അത് എല്ലാ ഭാഗത്തുനിന്നും ഇല്ല. ചില മാധ്യമങ്ങൾ അത് എന്തിനോ വേണ്ടി ആരൊക്കെയോ ഒക്കെയോ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട്, റീച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് ഡീമെറിറ്റ്സ് ആണ്. ഒരാളെ ഇല്ലാതാക്കാനും, ഒരാളെ വലുതാക്കാനും, ഒരാളെ ചെറുതാക്കാനും നിമിഷ നേരം കൊണ്ട് എല്ലാം സാധിക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ഒരു വാർത്ത ഉദാഹരണത്തിന് ഒരു സ്റ്റേഷനിൽ ഒരു പ്രതിയെ പിടിച്ചു, അപ്പോൾ വാർത്ത വരാതിരിക്കാം. അപ്പോൾ അതാരെ തീരുമാനിക്കുന്നത്? ഈ മാധ്യമങ്ങളിലാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ
വന്നോന്നല്ല ഞാൻ പറഞ്ഞത്, വരണ്ടാന്നുമല്ല പറഞ്ഞത്. പക്ഷേ അപ്പോൾ കുറേ പേർക്ക് ഒരു സൗകര്യപ്രദമായ, കുറേ പേര് സൗകര്യം കിട്ടാത്ത രീതിയിലേക്കൊക്കെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഈ കുട്ടികളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളാണ്. കുട്ടികളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ഈ കോവിഡ് വന്നതോട് കൂടിയിട്ട് ഓൺലൈൻ വിദ്യാഭ്യാസം വന്നു. അതോടെ കുട്ടികൾ മുഴുവൻ ഇപ്പോൾ ഈ പുറത്തുനിന്ന് വിദേശത്തുള്ള ആളുകളുമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ബന്ധം അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വീടുകളിൽ മക്കളും മാതാപിതാക്കളും ഒക്കെയുമായിട്ടുള്ള ബന്ധം വളരെയധികം കുറഞ്ഞാണ്. കാരണം ഒരു മിനിറ്റ് കിട്ടിയ ആരായാലും മാതാപിതാക്കൾ ആരായാലും അപ്പനായാലും അമ്മയായാലും മക്കളായാലും മൊബൈലിലാണ് നോക്കുന്നത്. 10 പേരുണ്ടെങ്കിൽ 9 പേരുടെ കയ്യിലും മൊബൈലാണ്. ചോറുണ്ടെന്നത് വരെ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഭക്ഷണവും, ആ രീതിയിലേക്ക് മാറി. അപ്പോൾ വീട്ടിലെ ബന്ധങ്ങൾ കുറേ, സൗഹൃദങ്ങൾ കുറേ ഇതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പരസ്പരം സംസാരിക്കലുകൾ വരെ കുറഞ്ഞു. ഫുൾ ടൈം ഇത് തന്നെയാണ്. പിന്നെ ഓൺലൈൻ ഗെയിമുകളൊക്കെ നമ്മുടെ കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ആത്മഹത്യകൾ വരെ വളരെയധികം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഓൺലൈൻ തട്ടിപ്പുകൾ, ഗെയിം കളിച്ച് വലിയ ആളാകാം എന്നുള്ളൊരു ചിന്തയിൽ ഒരുപാട് പൈസ മുടക്കുന്നുണ്ട്, പൈസ നമ്മൾ അറിയാതെ മുടക്കി പോകുന്നുണ്ട്. അങ്ങനെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഓൺലൈൻ ചൂതാട്ടങ്ങൾ, റമ്മികളി, അത് എത്രയോ പേര് നമുക്ക് കാണാൻ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഇങ്ങനെ ആളുകൾക്ക് അടുത്തിരുന്ന് ഇങ്ങനെ ഓൺലൈൻ റമ്മി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പൈസ വന്നിട്ട് പോകുന്നുണ്ട്, എവിടേക്ക് പോകണമെന്ന് അറിയില്ല, കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ രീതിയിൽ പിന്നെ നമുക്കറിയാലോ, ഒരു കോൾ വന്നാൽ നമ്മൾ എപ്പോഴും അലർട്ട് പറയുന്നുണ്ട്. ഒരു കോൾ വന്നാൽ അറിയാത്തൊരു നമ്പറിൽ നിന്ന് ഒരു കോൾ വന്ന് എടുക്കരുത്, OTP പറഞ്ഞു കൊടുക്കരുത്. ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ സൈബർ തട്ടിപ്പുകളെല്ലാം നടത്തുന്ന ഒരു രീതിയിലേക്ക് ഏത് നമ്പറുകൾ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ഒരു രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മളുടെ സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അത്ര സേഫ്റ്റി അല്ല. നമ്മൾ ശരിക്കും അലേർട്ടായിരിക്കണം. ഇപ്പം നമ്മുടെ കയ്യിൽ മൊബൈൽ വഴിയാണ് നമ്മളിപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ പത്രത്തിലൂടെയാണ് നമ്മൾ അറിയുന്നത്. മൊബൈൽ, ഐഫോൺ, അങ്ങനെ അതിൽ കമ്പ്യൂട്ടർ, അങ്ങനെ അതിലൂടെയാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ മാധ്യമങ്ങളിൽ ബന്ധപ്പെടുന്നത്. അങ്ങനെയാണല്ലോ അറിയുന്നത്, അതാണല്ലോ. മാധ്യമങ്ങൾ വായിക്കുന്നതൊക്കെ, ഈ ഓൺലൈൻ നവയുഗ മാധ്യമങ്ങളൊക്കെ കാണുന്നതൊക്കെ മൊബൈലിലും TV കമ്പ്യൂട്ടറിലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ പക്ഷേ അതിൻ്റെ പേരിൽ നടക്കുന്ന സുരക്ഷിതമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെയധികം അലർട്ടായിരിക്കണം. നമ്മൾ അതിനെക്കുറിച്ച് കൂടി അറിഞ്ഞിരിക്കണം, അവെയർ ആയിരിക്കണം. ഇപ്പോൾ ഓരോരുത്തരും, ഞാനിപ്പോൾ നിയമപരമായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എത്രയോ പേര് തട്ടിപ്പിന് അർഹമായിട്ട് ഇങ്ങനെ വന്നു. ഒന്നും അറിയാതെ പൈസ അയച്ചു കൊടുത്ത്, ഒരു OTP ഒന്ന് ഞെക്കി ബാങ്കിൽ നിന്ന് പൈസ പോയി. നമ്മളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് കേട്ടാൽ പോലും നമ്മളത് വിശ്വസിക്കുന്നില്ല. പലരും ഇപ്പോഴും ഇതറിയാതെ ചെയ്തു പോകുന്നുണ്ട്. അത് വണ്ടി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു, നമ്മൾ ഓയിൽ അതിനകത്ത് ഇട്ടു, പൈസ കൊടുത്തു, ഇതാണെന്ന് പറഞ്ഞു, തട്ടിപ്പായി, പൈസ പോയി. അങ്ങനെ ഒരുപാട് ദുരുപയോഗങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് വളരെ സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, മറ്റുള്ളവരുടെ ആവശ്യമല്ല. നമ്മളപ്പോൾ എങ്ങനെ നമുക്ക് അതിന് സുരക്ഷിതമായിരിക്കാം വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് മാത്രം ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിനും നല്ല കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇത് ഒരുപാട് നേട്ടങ്ങൾക്ക് വേണ്ടി, പെട്ടെന്ന് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ മനസ്സിൽ ലക്ഷ്യം അതാണ്. അപ്പോൾ അവർ വാർത്തത് അത് കണ്ടു, അപ്പോൾ അതിലേക്ക് ഇച്ചിരി പൈസ നിക്ഷേപിച്ചാൽ ഇപ്പോൾ കിട്ടുമെന്നുള്ളൊരു തോന്നൽ. അങ്ങനെ നമ്മളുടെ ഇത് മാധ്യമങ്ങൾ നമ്മൾ തന്നെ ഉപയോഗിക്കുന്നവർ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത്. ഇപ്പം നമ്മൾ പല രീതിയിൽ മാധ്യമങ്ങളിൽ ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുമ്പോൾ തന്നെ പല വാർത്തകളും പല കാര്യങ്ങളൊക്കെ കയറി വരുന്നത്, ഫേസ്ബുക്കിലായാലും ഓരോന്നിലായാലും റീൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതിൻ്റെ പിന്നാലെ പോകണോ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മറ്റ് കാര്യങ്ങൾക്ക്, സാമ്പത്തിക ലാഭത്തിന്, മറ്റേതെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ടോ ആരെങ്കിലും നമ്മൾ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടോ എന്തിനെങ്കിലേക്ക് പോയാൽ നമ്മളതിൽ പിടിവീഴും. നമ്മൾ സേഫ് അല്ല എന്ന് പറഞ്ഞത് ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ, നമ്മൾ മൊബൈലിലൂടെ ഉപയോഗിക്കുന്നതൊക്കെ എല്ലാം അറിയുന്ന കണ്ണുകളുണ്ട്. നമ്മൾ ഒരാൾക്ക് ഒരു കോൾ ചെയ്തു, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നമ്പർ അയച്ചു കൊടുത്തു, ഒരു മിസ് കോൾ ചെയ്തു, അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഇപ്പോൾ ഈ നിയമപരമായ മേഖലയിൽ ഈ പ്രതികളെയൊക്കെ പിടിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഈ മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളെയാണ്. ഈ മൊബൈൽ ഫോൺ ഇപ്പോൾ നമുക്കറിയാം എത്രയോ പേര് ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ട് പോയി, ആ മൊബൈൽ ഫോൺ കൊണ്ടുപോയി അവിടെ വടക്കേന്ത്യയിൽ പോയി എവിടെയെങ്കിലും പോയി ഈ സാധനം ഐഫോൺ ഒക്കെ എവിടെ തുറന്നാലും അപ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ ട്രേസ് ചെയ്താണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ കേസുകളൊക്കെ തെളിയിക്കപ്പെടുന്നത്. ഈ ഒരു
മേഖലയിലൂടെയാണ് തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ രീതിയിൽ ഉപകാരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ കേസുകൾ നമുക്ക് എടുത്ത് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സുരക്ഷിതമാക്കാൻ നമ്മൾ അത് ഒരു വേറൊരു തരത്തിലാണ്. അപ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ തട്ടിപ്പുകളിലൊന്നും ഇടപെടാതെ നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മൾ പോകണം. കൃത്യമായ അലേർട്ട്സ് മൊബൈലിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ ഇപ്പോൾ വരുന്ന വാർത്തകളിലൂടെ തന്നെയാണെങ്കിൽ എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യാം, ഈ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം തന്നെ നമുക്ക് ഈ ദുരിതാശ്വാസ നിധിയുമായിട്ട് വാർത്ത വന്നു. അപ്പോൾ അതിൽ മോശമായി ചിത്രീകരിച്ച കുറേ വാർത്തകൾ വന്നപ്പോൾ അതിനെതിരെ കേസുകൾ എടുത്തു. എത്രയോ കേസുകൾ വന്നത്. അപ്പോൾ അതെ തന്നെ അനാവശ്യമായ ഇടപെടൽ. അപ്പോൾ അത് ഈ മാധ്യമങ്ങളിലൂടെ ഒരാളെ മോശക്കാരാക്കുന്ന, ഒരു സംവിധാനത്തെ മോശമാക്കാൻ എത്ര നല്ലതായാലും എത്ര നന്മ പ്രവർത്തിച്ചാലും അതിനെ മോശമാക്കാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളത് വളരെ മാന്യമായ രീതിയിൽ, നീതിപരമായ രീതിയിൽ, സത്യസന്ധമായ രീതിയിൽ ഇത് ഉപയോഗിക്കണം. മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിൽ നമ്മളിത് ഉപയോഗിക്കണം. പിന്നെ ഇതിൽ തട്ടിപ്പുകളിലും മറ്റു കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കാനും നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ നമ്മളിതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളത് പോലെ തന്നെ പ്രധാനമാണ്. ഇപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത്. അങ്ങനെ നമുക്ക് എവിടെയാണ്, ഇപ്പോൾ സൈബർ സെല്ലിലാണോ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? അത് ഏത് മേഖലയിലാണ് അത് കംപ്ലയിൻറ്റ് ചെയ്യപ്പെടേണ്ടത്? തട്ടിപ്പ് നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാവുന്ന സൈബർ മേഖലയിൽ നമുക്ക് ഡയറക്റ്റ് പോയി ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനുകൾ, ആ രീതിയിൽ നമുക്ക് അതിനെ ബന്ധപ്പെടാൻ സാധിക്കുള്ളൂ. അവർ വഴിക്കാണ് സൈബർ മേഖലയിൽ ഇത് പോയി നമുക്ക് സൈബർ സെല്ലിൽ അവർ കണക്ട് ചെയ്ത് തന്നെ നമുക്ക് സൈബർ സെല്ലിൽ പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കത് അവിടെ നിന്ന് ചെയ്യില്ല. ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട്. നമുക്കൊരു ബാങ്കിൽ ഒരു തട്ടിപ്പ് നടന്നാൽ നമ്മൾ ഏറ്റവും ആദ്യം അറിയിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ അറിയിച്ചാൽ അവരപ്പോൾ തന്നെ നമുക്ക് അതിനുള്ള നടപടികൾ മറ്റ് ചെയ്യാൻ സാധിക്കും. ബാങ്കിൽ ആദ്യം അറിയിക്കുക, അതിനുശേഷം നമ്മൾ പരാതി കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സൈബറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിനകത്ത് സുരക്ഷിതമായിരിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മളെ കൊണ്ട് മാത്രമൊന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ മൊബൈൽ ഫോണുകളായാലും നമ്മൾ ഏത് ഫോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ നമ്പറുകൾ, കോഡുകൾ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു നഷ്ടപ്പെട്ടു പോയി നമുക്ക് അറിയാൻ സാധിക്കില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ബില്ല്, അല്ലെങ്കിൽ അത് ഏത് മോഡലാണ്, അത് എന്താണ് IMEI നമ്പർ, അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് പെട്ടെന്ന് അതിനെ ഒരു സേഫ് ആക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് എവിടെ പോയി പരാതി കൊടുത്താലും കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സുരക്ഷിതമാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ജനങ്ങളിലേക്ക് പറയാനുള്ളത് എന്താണ്? ഈ ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്? മൊബൈൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. നമ്മുടെ ആവശ്യം നമ്മളിപ്പോൾ ഞാൻ നിയമപരമായിട്ട് നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏത് കോടതിയിലും ഏത് കേസും അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണ് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ അറിയാൻ സാധിക്കും. അത്രമാത്രം ഇത് വളർന്നു. ഇന്ത്യയിലെ ഏത് സുപ്രീം കോടതി മുതൽ ഹൈക്കോടതി മുതൽ ഇന്ത്യയിലെ ഏത് ഈ അങ്കമാലി കോടതി ഉൾപ്പെടെ ഏത് കോടതിയിലും ഇന്ന് എത്ര കേസുണ്ട്, അല്ലെങ്കിൽ എത്ര കേസുകൾ ഇവിടെ ഉണ്ട്, ആ പെറ്റീഷനുടെ അല്ലെങ്കിൽ റെസ്പോണ്ടൻ്റെ പേരടിച്ചാൽ, അല്ലെങ്കിൽ ആ വർഷം അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേസിൻ്റെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഇത് എവിടം വരെ എത്തി, എന്നെത്തി ഒക്കെ വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഈ എവിടെ നടന്ന കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ലൈവ് നിയമപരമായ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തൊക്കെ ലഭ്യമാണ്. അത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ പുസ്തകങ്ങൾ മറിച്ച് നോക്കേണ്ട ആവശ്യമില്ല, അല്ലാത്ത രീതിയിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ അപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ നമുക്ക് നോക്കിയാൽ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. ഇപ്പോൾ ഈ നവയുഗ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറേ സോഷ്യൽ മീഡിയാസ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതിലെല്ലാം തന്നെ ആർക്കും ഈ പറഞ്ഞ പോലെ ജേർണലിസ്റ്റായിട്ടും എല്ലാം തന്നെ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എല്ലാം വരുമ്പോൾ അത് മറ്റുള്ളവരുടെയും കൂടി ഒരു സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പരിധിയില്ലേ? ഒരു പരിധി നമ്മൾ തന്നെ വെക്കണോ, അതോ മാധ്യമങ്ങൾ വെക്കണോ? ഇതിനൊരു പരിധി ആരാണ് ശരിക്കും നിശ്ചയിക്കേണ്ടത്? പരിധി ശരിക്കും നിശ്ചയിക്കേണ്ടത് നിയമപരമായ ഒരു പരിധിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ സത്യസന്ധമായ വാർത്ത അല്ല എന്നുണ്ടെങ്കിൽ അതിന് നടപടി എടുക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് നിൽക്കും. ഇപ്പോൾ ദുരിതാശ്വാസ നിധി തട്ടിയുമായി ബന്ധപ്പെട്ട് കേസെടുത്തപ്പോൾ അത് നിന്നല്ലോ, പിന്നെ അപ്പോൾ നിൽക്കും. അപ്പം നമ്മൾ ഒരാൾ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഓരോ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായാലും, അത് മാധ്യമങ്ങളിലൂടെ ആയാലും അതിനെ നിയമപരമായി അതിനെ ചെറുത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. മാധ്യമങ്ങളിലൂടെ ഒരു പ്രശ്നങ്ങൾ വന്നാൽ ചിലപ്പോൾ അതിനെ നേരിടുന്നതിന് പല പരിമിതികളുമുണ്ട്.
കോടതിക്കും പരിമിതികളുണ്ട്. ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വന്ന് അതിനെ ഒരു മെസ്സേജ് ഇട്ട് ഒരാളെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നടപടി എടുക്കുന്നതിനൊക്കെ പരിധികളുണ്ട്. കൃത്യമായ നിയമ സംവിധാനങ്ങളില്ല. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിലൂടെ നിയമ സുരക്ഷയിലൂടെയാണ് വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പിക്കേണ്ടത്. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ മറ്റു വ്യക്തികളെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു മാധ്യമ സ്വാതന്ത്ര്യം ആവരുത്. അതാവരുത്. അല്ലെങ്കിൽ സംവിധാനങ്ങളെ ഇതാക്കുന്നത്. ഇപ്പോൾ രാജ്യസുരക്ഷയെ പറ്റി എന്തെങ്കിലും മാധ്യമങ്ങളിൽ പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ വ്യക്തികൾക്കും ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തികൾക്ക് അവകാശങ്ങളുണ്ട്. നമ്മുടെ അവകാശത്തെ ഹനിക്കുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ഒരു നിയന്ത്രണം സർക്കാർ ലെവലിലാണ് അത് ഏർപ്പെടുത്തേണ്ടതെന്നുള്ളതാണ് എനിക്ക്. എങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഇതൊക്കെ വളരെ വളരെ സുരക്ഷിതമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന്. മാധ്യമങ്ങൾ ഈ പറയുന്നത് പോലെ മാധ്യമങ്ങൾ വളരുന്നു, നവയുഗ മാധ്യമങ്ങൾ വളരുന്നു. പക്ഷെ അതിന് ഒരു പരിധിയുണ്ട്. ആ പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മളും അതിനകത്ത് പ്രതികരിക്കാനും അതിനകത്തുള്ള സ്വകാര്യതാ നിയമങ്ങളും സ്വകാര്യതാ പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് വളരെ സൂക്ഷിച്ചാകണം എന്നുള്ളൊരു കാര്യമാണ് സാറ് സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്. മാർജിൻ മീഡിയയ്ക്ക് അങ്കമാലി ബാർ അസോസിയേഷൻ്റെയും ഞങ്ങളുടെ അഭിഭാഷക സുഹൃത്തുക്കളുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു. സ്മാർട്ട് മീഡിയ ട്രഷർ ഹണ്ട് കോൺടെസ്റ്റിൽ പ്രേക്ഷകരായ നിങ്ങൾക്കും പങ്കെടുക്കാം. മീഡിയയുടെ വരിക്കാരാകുന്നവർക്കും പോസ്റ്റ് ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ട് അഭിപ്രായം കമന്റ് ചെയ്യുന്നവർക്കും പോസ്റ്റ് ഷെയർ ചെയ്യുന്നവർക്കുമാണ് മത്സരത്തിൽ പങ്കെടുക്കാനാകുന്നത്. ഓരോ മാസവും പങ്കെടുക്കുന്നവരിൽ നിന്ന് നറുക്കെടുക്കുന്നവർക്ക് സ്പോൺസർ ചെയ്യുന്ന സർപ്രൈസ് സമ്മാനങ്ങൾ നൽകും. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ 9947315453.